ഫാദർ ഓഫ് യോഗ എന്നറിയപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം യോഗ ചിത്തവൃത്തി നിരോധഃ എന്നാണ്. മനോവ്യാപാരങ്ങളെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കൂട്ടിച്ചേർക്കുക, ഐക്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യോഗയുടെ ലക്ഷ്യം ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ്. സ്ത്രീകൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരീര സൗന്ദര്യത്തിനും പ്രസവശേഷമുള്ള ആരോഗ്യം വീണ്ടെടുക്കാനും യോഗ വളരെയധികം സഹായിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആസന ഗാറ്റ് പോസ് ആണ്. ഗാറ്റ് പോസ് സൈഡ് സ്ട്രെച്ച് ആണ് തരുന്നത്. സൈഡ് സ്ട്രെച്ച് ആവുന്നത് വഴി സൈഡിലെ ഫാറ്റ് കുറയാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. സ്ത്രീകൾക്ക് നല്ലൊരു ശരീരഭംഗി നൽകാനായിട്ട് ഈ പോസ്ചർ വളരെ ഹെൽപ്പ് ചെയ്യും. അലർജി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അലർജി ഉള്ളവർക്കും ഒക്കെ ഈ പോസ്ചർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നീ പെയിൻ ഉള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല. ആസനാസിലോട്ട് പോവാം. വജ്രാസനത്തിലിരിക്കുക. മെല്ലെ നിങ്ങളുടെ നീസിൽ എഴുന്നേൽക്കുക. നീസ് പ്ലേസ് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കണം. റിലാക്സ് ചെയ്ത് നിൽക്കുക. മെല്ലെ നിങ്ങളുടെ ഇടത് കാല് ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇടത് കൈ കൊണ്ട് ഇടത് നീല് പിടിക്കാവുന്നതാണ്. മെല്ലെ ദീർഘമായി ശ്വസിച്ചുകൊണ്ട് വലത് കൈ അപ്പ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ ഇടത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാവുന്നതാണ്. ലുക്കപ്പ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ വലത് കൈ അപ്പ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ ഡൗൺ ചെയ്യുക. മെല്ലെ നീ സ്റ്റാൻഡിങ്ങിലേക്ക് വരാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാവുന്നതാണ്. വലത് കാല് വലത് വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. വലത് കൈ കൊണ്ട് വലത് മുട്ടിൽ പിടിക്കുക. ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. ഈ ഒരു സ്ട്രെച്ചിങ് നമ്മുടെ സൈഡ് ഫാറ്റ് കുറയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ ഉയർന്നു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഡൗൺ ചെയ്യുക. മെല്ലെ നീ സ്റ്റാൻഡിങ്ങിലേക്ക് വരിക. കം ബാക്ക് ടു വജ്രാസന. വജ്രാസനത്തിലേക്ക് തിരികെ വരിക. റിലാക്സ്.